ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ഇന്ന് ഞാനും സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് ആ ഒരു വിഷയം? അതെ, വസ്ത്രധാരണ. സ്ത്രീകളുടെ വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം, സ്ത്രീകളുടെ ഇഷ്ടം, പുരുഷന്മാരുടെ ഇഷ്ടം, സ്ത്രീകളുടെ ഇഷ്ടമുള്ള വസ്ത്രമിടാം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം, എല്ലാം ഓക്കെയാണ്. പുരുഷനും അതുപോലെ തന്നെ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്കൊരു റിയാലിറ്റിയിലേക്ക് കടക്കാം. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ചിന്താഗതിയും അവരുടെ ബയോളജിക്കൽ സയൻസും എല്ലാം വ്യത്യസ്തമാണ്. ഒരിക്കലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പോലെ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. പരസ്പര അണ്ടർസ്റ്റാൻഡിങ് അത് മാത്രമേ കഴിയുകയുള്ളൂ. ഈ രീതിയിലാണ് പുരുഷൻ്റെ ഹോർമോൺസ്, ഈ രീതിയിലാണ് സ്ത്രീയുടെ ഹോർമോൺസ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ രീതിയുടെ സത്യാവസ്ഥ. അതിനുശേഷമാണ് നമ്മുടെ അവകാശവും വസ്ത്രധാരണയും അതിലേക്ക് കടക്കുന്ന എല്ലാ രീതിയിലുള്ള നിയമവശങ്ങളും നമ്മൾ അറിയേണ്ടത്. നമുക്ക് നിയമം ഉണ്ടെന്ന് കരുതി എല്ലാ കാര്യവും ചെയ്യാൻ കഴിയില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസിക ബയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ കാര്യങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വിഷയം വസ്ത്രധാരണ. ഒരു ആക്ട്രസ് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നിലവിലുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും ഉദ്ഘാടനത്തിനാണെങ്കിലും ചെല്ലുന്നത്. ആ ഒരു ഉദ്ഘാടനം അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ, അതൊരു ലേഡിയാണെങ്കിൽ അവിടെ ഒരു ഗ്ലാമറസ് ലേഡിയാണെന്നുണ്ടെങ്കിൽ, ആക്ട്രസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ തടിച്ചുകൂടും. ഏറ്റവും കൂടുതൽ അവിടെ യങ്സ്റ്റേഴ്സും പുരുഷന്മാരുമായിരിക്കും ഉണ്ടാകുക. അതൊരിക്കലും ആ ഒരു ആക്ട്രസിൻ്റെ പവർ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാണാനുള്ള കൊതി കൊണ്ടോ, അതിൻ്റെ പിറകുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ആക്ട്രസ് നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു ആക്ട്രസ് ഒരുപാട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിലുള്ള വസ്ത്രം ഏതൊരു പുരുഷനെയും ആകർഷിക്കുന്ന രീതിയിലാണ്. അതൊരു സത്യമായ കാര്യമാണ്. കാരണം പുരുഷൻ്റെ ശാരീരിക ബയോളജിക്കൽ വയറിങ് എന്ന് പറയാം, ആ ഒരു ചിന്താശേഷി കാഴ്ചയിലാണ്. അത് പച്ചവെള്ളം വരെ ഇത് കേൾക്കുന്ന ഏതൊരു പുരുഷനും മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലൈംഗിക ഹോർമോൺ അവിടെ പ്രവർത്തനം ആരംഭിക്കും. അത് കാഴ്ചയിലൂടെയാണ്. ഇതൊരു നഗ്നമായ സത്യമാണ്. ഇതിനെ ഏതൊരാണും അംഗീകരിക്കും എന്നുള്ളത് സത്യമാണ്. ഇനി അതല്ല, ഇതിൽ ഒരു പുരുഷൻ ഇതിനെ ധിക്കരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആൾക്കൊരു ഹോർമോൺ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതല്ലെങ്കിൽ ആളുടെ ഉള്ളിലുള്ള ഒരു കള്ളത്തരം മറയ്ക്കപ്പെടുക, ഞാൻ മാന്യനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണിക്കും. എനിക്ക് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും തെങ്ങാപ്പുഴയാണ് എന്ന് പറയുന്ന ഒരുപാട് പകൽ മാന്യന്മാർ ഇന്ന് നമുക്കിടയിലുണ്ട്. ഒരിക്കലും അതൊരു സത്യമല്ല. ഇത് പറയുന്ന സമയത്ത് ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് പറയുന്നത്. കഥ കേൾക്കുന്ന ഏതൊരു സ്ത്രീക്കും ഒരു പക്ഷേ രോക്ഷം ഉണ്ടായേക്കാം. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ആണുങ്ങളുടെ ചിന്താഗതി അവർ ചിന്തിക്കുന്ന പോലെയാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമെന്നുള്ള വസ്ത്രം ധരിച്ച് അവർ പുറത്തിറങ്ങുന്നു, ഇഷ്ടമെന്നുള്ള രീതിയിൽ അവർ നടക്കുന്നു. ഒരു പക്ഷേ ഇറക്കാൻ കുറഞ്ഞതാകാം, ഇറക്കാൻ കൂടിയ ഡ്രസ്സുകളാകാം. അതെല്ലാം ആ സ്ത്രീയുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ ചോദ്യത്തിടുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തി ക്രൂശിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് ഞാൻ കടക്കുന്നത്. ഒരു വസ്ത്രധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഭംഗിയായിട്ട് അവർക്ക് ഒരുങ്ങാൻ കഴിയുമോ അത്രത്തോളം ഭംഗി അവർ ഒരുങ്ങും. കാരണം അവർ മറ്റുള്ളവരിൽ നിന്ന് കോംപ്ലിമെൻറ്റ്, പ്രോത്സാഹനം, അഭിനന്ദനം, അതുപോലെ നല്ലത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവൾ എത്രയും ഭംഗിയാവും, എത്രത്തോളം സുന്ദരിയാകാൻ കഴിയും അത്രത്തോളം സുന്ദരിയാവും. അത് അവരുടെ ഒരു നാച്ചുറാലിറ്റിയാണ്. അവർ ആ ഒരു കോംപ്ലിമെൻറ്റിനെ അംഗീകരിക്കുന്നു, അവർ ഇഷ്ടപ്പെടുന്നു. അതിലൂടെ അവർക്ക് കൂടുതൽ സുന്ദരിയെ പുറത്തിറങ്ങാനുള്ള ആഗ്രഹം ഉള്ളിൽ ജനിക്കുന്നു. അതൊരു സത്യമായ കാര്യമാണ്. പുരുഷൻ ഒരു പക്ഷേ ഇതിൽ സ്ത്രീയുടെ അടുത്തോളം എത്തുക സാധ്യമല്ല. അത് കാഴ്ചയാണ് അവരുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. ഏതൊരു സ്ത്രീക്കും ഈ ഒരു കാര്യം അംഗീകരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇന്ന് ഞാനിപ്പോൾ പറയുന്നു, നിങ്ങളൊരിക്കലും നിങ്ങളുടെ നഗ്നത അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വസ്ത്രം
നിങ്ങൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റ് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം അത് ആ രീതിയിലാണ് അവരെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കാൻ അവർക്ക് ചിന്തിക്കാൻ ഉള്ള ശേഷി നഷ്ടപ്പെടുകയാണോ, അതല്ല എൻ്റെ ഇഷ്ടങ്ങളെ അടിച്ചമർത്താൻ താങ്കൾ പ്രകോപിതനാവുകയാണോ, അല്ലെങ്കിൽ താങ്കൾ അതിനേക്ക് എൻ്റെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ താങ്കൾ ആരാണ് എന്ന രീതിയിൽ അവർ അതിനെ കാണുന്നു. യാഥാർത്ഥ്യം വളരെ റിയലിസ്റ്റിക്കാണ്. എന്തെന്നാൽ ഈ ഒരു കാര്യത്തെ ഇന്നും ലോകം ചർച്ച ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിലൊരു ദൃശ്യം നിങ്ങൾ മറ്റുള്ളവർ തെങ്ങളായി കാണാൻ തടുത്തിച്ച് കൊടുക്കണമെന്ന് അവർ പറയുന്നു. എന്തിന്? അങ്ങനെ എല്ലാ സ്ത്രീകളും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഒരു ഭാര്യ എന്ന രീതിയിൽ ഒരാളെ കണ്ടെത്താൻ കഴിയും? ആണൊരുത്തൻ ഏത് സ്ത്രീയെ കണ്ടു കഴിഞ്ഞാലും അവരുടെ ആകർഷണം തോന്നും. അതുള്ള ചോദ്യം നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും സഹോദരിയും ഇങ്ങനെ ആരുമില്ലേ എന്നുള്ളതാണ്. ചിന്തിക്കുക, അമ്മ, പെങ്ങൾ, ഭാര്യ, ഈ മൂന്ന് ആളുകളും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിളാണ്. ഈ 3 ആളുകളും അത്ര ചെയ്യുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. അമ്മയോടും ഭാര്യയോടും പെരുമാറുന്നത് വളരെ ഡിഫറൻ്റാണ്. അമ്മയോട് പെരുമാറുന്ന പോലെയല്ല ഒരു ഭാര്യയോട് പെരുമാറുന്നത്, ഭാര്യയോട് പെരുമാറുന്നത് അല്ല ഒരു പെങ്ങളോട് പെരുമാറുന്നത്. ഈ 3 വ്യത്യസ്തമാണ്. ഈ 3 കഴിഞ്ഞാൽ പിന്നെ ചുറ്റിക്കാണുന്ന എല്ലാ സ്ത്രീകളും അതിന് അന്യരാണ്. അതിനെ രീതിയിലും ചിന്തിക്കാം, ഏത് രീതിയിൽ അവരുമായി ആസ്വദിക്കാം, ആ രീതിയിൽ അവൻ ചിന്തിക്കാനുള്ള കഴിവ് അവനുണ്ട്. ഇത് തുറലോകം അറിയുന്നില്ല. ഇന്ന് നിങ്ങൾ കൂടെ ഏതൊരു പുരുഷനോട് ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണോ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. അതല്ല, നിങ്ങൾ എല്ലാവരും നല്ല പുരുഷന്മാരും ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് പറയുന്നത് തികച്ചും ഫ്രോഡാണ്. കാരണം അതൊരു ശാസ്ത്രീയമായി സത്യമല്ല. ആണിനെ തുറന്ന് കാണുന്ന എല്ലാ ഗേൾസും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും അവർക്ക് അന്യരാണ്. അവരാ സൗന്ദര്യത്തെ ആസ്വദിക്കും, അവർ നോക്കും. അത് ഒരു സ്ത്രീയുടെ ശാരീരിക ഘടന അതിനെ വല്ലാതെ ആകർഷിക്കുന്നു. അതൊരു നഗ്നമായ സത്യമാണ്. ദിലീപ് നീ ഏതൊരു സ്ത്രീയെയും അവരുടെ ശരീരഘടന പുരുഷനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ആ ശരീരഘടന അവൻ കാണുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ച് അവൻ തീർച്ചയായും നോക്കും. അതിനെ നോക്കാതിരിക്കാൻ കഴിയില്ല. അതിനാസ്വദിക്കും. അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനാസ്വദിക്കും. നിങ്ങളറിയാതെയായിരിക്കും നിങ്ങളെ നോക്കുന്നുണ്ടാവുക. നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളെ ചിലപ്പോൾ തറഞ്ഞേക്കാം നന്നായിട്ടുണ്ട്, അതിനെ ആസ്വദിക്കുകയാണ്. ആ ഒരു ആസ്വാദനം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു. അതിനവൾ കൂടുതൽ ഒരുങ്ങുന്നു. പക്ഷെ അവരറിയുന്നില്ല ആ ആസ്വാദനം ഏത് രീതിയിലാണ് പുരുഷൻ്റെ കണ്ണിലൂടെ അവൻ കാണുന്നതെന്ന്. അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മോശത്തിലുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നഗ്നനായി നിന്ന് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന വികാരം വളരെ വലുതാണ്. ഇതേപോലെ സ്ത്രീയുടെ മുന്നിൽ ഒരു പുരുഷൻ നഗ്നനായി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു വികാരം തോന്നുകയില്ല. നേരെ മറിച്ച് അവർക്ക് നെഗറ്റീവാണ് ഫീൽ ചെയ്യുക. ആ വ്യക്തിയോട് അർത്ഥം വെറുത്തുന്നതാണ് തോന്നുക. പക്ഷെ നേരെ തിരിച്ച് ഇതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഇതിനെ ന്യായീകരിക്കുന്ന പുരുഷന്മാരുണ്ടാവും, അതിൽ ഫ്രോഡുകളാണ്. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഏതൊരു ആണിൻ്റെ ഉള്ളിലും ഈ ഒരു കാര്യം സത്യമാണ്. അതുകൊണ്ട് വസ്ത്രധാരണ എന്ന് പറയുന്നത്, മാന്യത എന്ന് പറയുന്നത്, സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകളുണ്ടാവും. ഈ ഒരു സെലിബ്രിറ്റികൾ അവരിടുന്ന വസ്ത്രധാരണ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് കാണുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആ ഒരു ബിസിനസ് ഓണേഴ്സ് ഈ ഒരു സെലിബ്രിറ്റി വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാണികൾ വരും, ഒരുപാട് ആളുകൾ വരും. ആ കാണുന്ന ആളുകൾ വീഡിയോ എടുക്കും, അവരുടെ സ്റ്റാറ്റസ് വഴിയും അവരുടെ സോഷ്യൽ മീഡിയ വഴിയും പബ്ലിഷ് ചെയ്യും. അതിലൂടെ ഈ ഒരു ബിസിനസ് ഓണേഴ്സിന് കൂടുതൽ മാർക്കറ്റിംഗ്, അവരുടെ സ്ഥാപനം കൂടുതലിലേക്ക് അറിയുന്നു. അത് കൂടുതൽ ചർച്ചയാക്കപ്പെടുന്നു. കാരണം ഇന്ന് സ്ത്രീയുടെ ലൈംഗികത അല്ലെങ്കിൽ സ്ത്രീയുടെ ആ ഒരു നഗ്നത, നേനി പ്രദർശനം, ഈ രീതിയിലെല്ലാം അവർ മാർക്കറ്റിംഗ് കൊണ്ട് ഉപയോഗിക്കുന്നു. ഒരു വലിയൊരു പരസ്യ ബോർഡ്, അതിനടുത്തൊരു പുരുഷൻ നിന്ന് കഴിഞ്ഞാൽ ആ പുരുഷന് അതിന് മാർക്കറ്റിംഗ് വലിയതിലുണ്ടാവില്ല. പക്ഷെ ഒരു സ്ത്രീയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ, അതും ശരീര പ്രദർശനം നടത്തുന്ന രീതിയിൽ ഉള്ള വസ്ത്രധാരണമാണ് ആ സ്ത്രീ ധരിച്ചതെങ്കിൽ, ആ ഒരു
കമ്പനിയുടെ മാർക്കറ്റിംഗ് വളരെ വലിയ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അതിനെ ട്രോൾ ചെയ്യപ്പെടാനും അതിനെ ആസ്വദിക്കാനും അതിനെ മറ്റുള്ളവർ ഷെയർ ചെയ്യാനും കാണാനും കാഴ്ച കണ്ടുകൊണ്ടിരിക്കാനും അതുവഴി സജഷൻസ് ഒരുപാട് യൂട്യൂബ് വഴിയും റീൽസ് വഴിയും പോയിക്കൊണ്ട് നിൽക്കാനും സാധിക്കും. അതൊരു വലിയ സത്യമാണ്. ഇത് പുരുഷൻ്റെ ബലഹീനതയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം പുരുഷനെ സൃഷ്ടിച്ച ഈ രീതിയിലാണ് കാഴ്ചയിൽ അവൻ കണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ സന്ദർശിക്കുന്നത് പുരുഷന്മാരാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്തുന്ന മേഖല പോൺ വീഡിയോസാണ്. എങ്ങനെ? സ്ത്രീകളാണ് കൂടുതൽ കാണുന്നത്? അല്ല, അത് പുരുഷന്മാരാണ്. എന്തുകൊണ്ട്? അവരാ നഗ്നതയെ ആസ്വദിക്കുന്നു. ഒരു സ്ത്രീയുടെ ശരീരത്തെ അവർ ആസ്വദിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഈ കാണുന്ന ആളുകൾ മുഴുവൻ അവരുടെ രഹസ്യ സമയത്ത് അവർ കാണുന്നു. പകൽ സമയത്തേക്കാൾ പുറപ്പെടുന്ന മാന്യതയുടെ മുഖംമൂടി അണിയുന്നു. ഇത് പലതൊരു സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഇങ്ങനൊരു കാര്യം കൂടി ഞാൻ അറിയിക്കുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണ നിങ്ങൾ ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്, നിങ്ങളുടെ ശരീര പ്രദർശനം നടത്തുന്ന രീതിയിലാണെങ്കിൽ അതിനെ കാണാൻ ആളുകളുണ്ടാവും, അതിന് കമൻ്റ് അടിക്കാൻ ആളുകളുണ്ടാവും. അതൊരിക്കലും ന്യായീകരിക്കുകയല്ല. അവരുടെ കമൻ്റ് അടിയും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആക്രമണങ്ങളും ഒരിക്കലും ന്യായീകരിക്കപ്പെടുകയില്ല. അതൊരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷേ ആ ഒരു വസ്ത്രധാരണ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ നഗ്നത, നിങ്ങളുടെ ശരീരം ഒരിക്കലും നിങ്ങളുടേതാണ്. ആ മറ്റുള്ളവർ ശ്രദ്ധ തിരിച്ചു തെറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരാളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും, 1000 പേരെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ സെലിബ്രിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മാത്രം കൺട്രോൾ ചെയ്യാം. അതല്ലേ ഏറ്റവും എളുപ്പം, അതല്ലേ ഏറ്റവും സുതാര്യം, അതല്ലേ ഏറ്റവും അനുയോജ്യം. ചിന്തിക്കുക. ഇവിടെ വസ്ത്രധാരണം ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ സ്വാതന്ത്ര്യത്തെ വിലങ്ങുതീർക്കുകയോ അല്ല. മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ. ഒരാൾ കാണാൻ വേണ്ടി തന്നെയാണ് സ്ത്രീകൾ അവരുടെ വസ്ത്രം ധരിക്കുന്നത്. അവിടെ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു മറ സൃഷ്ടിക്കരുത്. ഒരു അവാർഡ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് പുരുഷൻ ധരിക്കുന്ന വസ്ത്രവും സ്ത്രീ ധരിക്കുന്ന വസ്ത്രവും, ഏതെങ്കിലും ഒരു പുരുഷൻ മുട്ടോളമുള്ള അല്ലെങ്കിൽ മുട്ടിനേക്കാൾ മുകളിലുള്ള വസ്ത്രം ധരിച്ച് ഒരു അവാർഡ് വാങ്ങാൻ വരുന്നത് കണ്ടിട്ടുണ്ടോ? കാണില്ല. എന്നാൽ ഒരുപാട് ആക്ട്രസിനെ അവിടെ കാണാൻ പറ്റും. എന്തുകൊണ്ട്? അവിടെ മാർക്കറ്റിംഗ് ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്. അത് കാണാൻ ഒരുപാട് ആളുകളുണ്ടാകും. ആ ഒരു ആണുങ്ങളുടെ, ആ ഒരു വ്യൂവേഴ്സിൻ്റെ, ആ ഒരു പുരുഷൻ്റെ കാഴ്ചയെ അവിടെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടും. ഇത് തന്നെയാണ് മാർക്കറ്റിംഗ്. സ്ത്രീകൾ മറ്റൊരു സ്ത്രീ ഏറ്റവും ഗ്ലാമറസായി കാണുന്നത് അവർക്ക് ഈ ഒരു വികാരം തോന്നില്ല. അവർ ശ്രദ്ധിക്കുന്ന അവർ ധരിച്ച വസ്ത്രത്തിലെയും അവരുടെ ഭംഗിയിലെയും അവരുടെ ആഭരണങ്ങളെയും ആ വസ്ത്രം എനിക്കും ധരിക്കാൻ എങ്ങനെയുണ്ടാവും എന്നുള്ള ചിന്തയിലൂടെയാണ്. സോ ഇതൊരു നഗ്നമായ സത്യമാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നു. ഇതൊരിക്കലും പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിലും ഒരു സത്യമായ കാര്യമാണ് ഞാനിവിടെ പരാമർശിച്ചത്. നിങ്ങളുടെ അറിയിലേക്കായി സുതാര്യതയോടുകൂടെ ഞാനിത് എത്തിക്കുന്നു. ഒരിക്കലും ഇത് കേൾക്കുന്ന സ്ത്രീയാണെങ്കിൽ ഒരിക്കലും ഹേർട്ടാവരുത്. ഇതൊരു സത്യമാണ്. ഇത് കേൾക്കുന്ന പുരുഷനാണെങ്കിൽ ഒരിക്കലും ഇതിനെ തിരസ്കരിക്കുകയാണ്. ഇത് നിങ്ങൾക്കും സത്യമാണ്. നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. പുരുഷനായ ഞാനും കണ്ടുകൊണ്ടേയിരിക്കും. നിയന്ത്രിക്കാൻ കഴിയില്ല, നിയന്ത്രിക്കണം. സ്ത്രീകൾ നിയന്ത്രിക്കപ്പെടണം. ഇത് നിയമങ്ങളില്ലാത്തൊരവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഒരു ട്രാഫിക് ജംഗ്ഷൻ, അവിടെ 4 ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ, അവിടെ ഒരു നിയമം, നിയന്ത്രണം ഇല്ല എങ്കിൽ എന്തായിരിക്കുന്ന അവിടുത്തെ അവസ്ഥ ചിന്തിക്കുക.